മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, വനംവകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് മയക്കുവെടി വയ്ക്കാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇനിയും ഒട്ടേറെയുണ്ടല്ലോ. എപ്പോഴേക്ക് സാധിക്കും ഇത്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? മനുഷ്യ, അതായത് നിലവിൽ ഈ ആന തുടരുന്നത് ജനവാസ മേഖലയ്ക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക അല്ലാതെ മറ്റൊരു പോംവഴി വനംവകുപ്പിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യം കോടതിയെ സ്വാഭാവികമായും അറിയിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയ തണ്ണീർക്കൊമ്പൻ പിന്നീട് ചരിയുന്നത് കണ്ടു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ കർണാടക വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാണിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്നാണ് മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 1:30 മണിയോട് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം ഈ കുങ്കിയാനകളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവരേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ദൗത്യസംഘം കൂടുതൽ പേർ എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ ദൗത്യത്തിലേർപ്പെടുമ്പോൾ ആ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചതിന് ശേഷം ഏകദേശം രാത്രി വൈകിയോട് കൂടിയാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആ തണ്ണീർക്കൊമ്പനെ ഈ ലോറിയിലേക്ക് കയറ്റാൻ സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മരണം സംഭവിച്ചതെന്നുള്ളൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി സമയം വൈകും തോറും എങ്ങനെ ആനയെ മയക്കുപിടി വെക്കാൻ സാധിക്കും? അതല്ല എങ്കിൽ മയക്കുപിടി വെച്ചതിന് ശേഷം ആനയെ അവിടെ തന്നെ തളയ്ക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു വെല്ലുവിളി വനംവകുപ്പിന് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ ആന ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 30-ന് ഹാസനിൽ വെച്ച് ഈ തണ്ണീർക്കൊമ്പനെ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയ തണ്ണീർക്കൊമ്പനൊപ്പം പിടികൂടിയ ഒരു മോഴയാന കൂടിയാണ് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേലൂർ മക്ന എന്ന ആനയാണ് ഇതാണ് എന്നാണ് ഇപ്പോൾ കർണാടക വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നേരത്തെ ജിൻസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നേരത്തെ തന്നെ ഉത്തരമേഖല CCF കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ആനയെ ഇറക്കിവിട്ട മേഖലയിൽ തന്നെ അതിർത്തി മേഖലയിൽ ഇതിന്റെ സഞ്ചാരപാതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള അതിർത്തിയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ട് അതിൽ നടപടിയെടുത്തില്ല? നമുക്കറിയാം മനുഷ്യ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഈ അജിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പുള്ള ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ആന അജിയെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ RRT ഉദ്യോഗസ്ഥർ എത്തുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത്. വെളുപ്പിനെ 4 മണിയോടുകൂടി ഇതിന്റെ വിവരം ലഭ്യമായിട്ടുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഇക്കാര്യം കൃത്യമായി അറിയിച്ചില്ല, പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ആരോപണമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യത്തിന് മിഥുൻ, അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ജനങ്ങൾ ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. കാരണം ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ആനയുടെ ആക്രമണവും ഉണ്ടായത്. അപ്പോൾ ഈ നിരീക്ഷണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്.